വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും കർത്താവിൻ്റെ തിരുവചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് എനിക്ക് ലഭിച്ച ഈ അവസരത്തിന് പ്രത്യേകമായി ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എങ്ങനെയാണ് നമുക്ക് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാൻ സാധിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ്. ആയതിനാൽ ഈ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തെ പലപ്പോഴും പലർക്കും ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ പലപ്പോഴും ആ ആഗ്രഹം പോലെ യേശുവിനെ നമുക്ക് പ്രീതിപ്പെടുത്തുവാൻ, ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ എങ്ങനെ യഥാർത്ഥമായ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കണമെന്ന് നമുക്ക് പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കി നമുക്ക് ലഭിക്കുന്നത് തിരുവചനത്തിലൂടെയാണ്. ദൈവവചനം നിരന്തരമായി നമ്മൾ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതം നമുക്ക് തിരിച്ചറിയുവാനും ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാനും ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിധത്തിലുള്ള ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുവാനും നമുക്ക് സാധിക്കുന്നത്. ആയതിനാൽ അതിന് കർത്താവിൻ്റെ കൃപ തന്നെ നമുക്ക് വേണം. നമ്മൾ ദൈവത്തോട് നമ്മൾ സഹകരിക്കണം. നമ്മൾ ദൈവത്തിന് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കണം, മനസ്സ് ഏൽപ്പിച്ചു കൊടുക്കണം, നമ്മുടെ ആത്മാവിനെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ മാത്രമേ ദൈവത്തിന് ആ വ്യക്തിയെ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹിതമായ നല്ല ദൈവമേ കർത്താവേ, ഈ വചനം കേൾക്കുവാനായിട്ട് കർത്താവേ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നീ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയാൽ അവരെ നിറയ്ക്കണമേ അപ്പ. അവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, മനസ്സ് തുറക്കപ്പെടട്ടെ. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥമായ ആ ദാഹം അങ്ങ് തന്നെ തീർത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നീയുമായിട്ടുള്ള ചേർന്നൊരു ജീവിതം നയിക്കുവാൻ, ആത്മാവിൽ വളരുവാൻ ഈ മക്കളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏത് ലോക രാജ്യങ്ങളിലായിരിക്കുന്നോ അവരെല്ലാവരെയും അവരുടെ ആത്മീയ ജീവിതത്തെ അങ്ങ് തന്നെ പണിതുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അവർ നിറയ്ക്കപ്പെടട്ടെ. ദൈവീയ ചിന്തകളാൽ, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകളാൽ അവർ നിറയപ്പെടട്ടെ. വചനം അവരെ പഠിപ്പിക്കണമേ. ഒരു ആത്മീയ ദാഹം നീ അവർ കൊടുക്കണമേ. നിന്നെ പ്രീതിപ്പെടുത്തി ഒരു ജീവിതം നയിക്കുവാൻ നീ അവരെ സഹായിക്കണമേ എന്ന് യേശുവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ
ചിന്തിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കതിനാധാരമായി യാക്കോബ് ശ്ലീഹായുടെ ലേഖനം നമുക്കെടുക്കാം. അതിൻ്റെ 4-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. പലപ്പോഴും പലർക്കും സുപരിചിതമായൊരു വചനമാണിത്. അപ്പോൾ ആ വചനം ഇതാണ് പറയുന്നത്: ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഇതിനകത്തെ പ്രത്യേകമായ ഒരു വെളിപ്പാട് ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു ആത്മീയ ചിന്തയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ശക്തമായൊരു പ്രേരണ നൽകുകയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണോ, ദൈവം നിന്നോട് ചേർന്ന് നിൽക്കുന്നതാണോ ഏറെ ശ്രേഷ്ഠം, ഏറെ അനുഗ്രഹപ്രദം എന്ന്. അപ്പോൾ ഞാൻ കുറേ നേരം ചിന്തിച്ചുകൊണ്ടിരുന്നു. ആ ചിന്തയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്ന അനുഭവം ഉണ്ടായി. അപ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തോട് പറയും, ദൈവമേ നീ എന്നോട് ചേർന്നിരിക്കണമേ. സാധാരണ ഒരു ക്രൈസ്തവരുടെ ഒരു പ്രാർത്ഥനയാണിത്. മിക്ക ക്രിസ്ത്യാനികളും നമ്മളെല്ലാം നമ്മുടെ ലാളിത്യപരമായ വിധത്തിൽ നമ്മുടേതായ അറിവിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ നീ എൻ്റെ കൂടെ വരണമേ, നീ എൻ്റെ കൂടെ വരണമേ, നീ എൻ്റെ കൂടെ ഇരിക്കണമേ, ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ കൂടെ നീ വരണമേ, ഞാൻ പോവുകയാണ് കർത്താവേ നീ എൻ്റെ കൂടെ വരണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ, അനേകരുടെ ജീവിതത്തിൽ വളരെയധികമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് കുഴപ്പമില്ല, നല്ല ഒരു രീതിയാണ്, നല്ലൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവം നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ദൈവത്തോട് പറയുക, ദൈവമേ നീ എൻ്റെ കൂടെ വരണമേ, ഈശോയെ നീ എൻ്റെ കൂടെ വരണമേ. ഞാൻ ടൗണിൽ പോവുകയാണ്, ഞാൻ പള്ളിയിൽ പോവുകയാണ്, ഞാൻ ബിസിനസ്സിന് പോവുകയാണ്, ഞാൻ പഠിക്കാൻ പോവുകയാണ്, ഞാൻ ജോലി ചെയ്യാൻ പോവുകയാണ്. അപ്പം നീ എൻ്റെ കൂടെ വരണമേ എന്ന് നമ്മൾ യേശുവിനോട് ചോദിക്കുമ്പോൾ ഈശോ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അന്ന് ഞാനത് കേട്ടു. അന്ന് ഞാൻ കേട്ട ശബ്ദം ഇതാണ്: നീ എന്നെ വിളിക്കുന്നു, യേശുവേ നീ എൻ്റെ കൂടെ വരണമേ എന്ന് നീ എന്നെ വിളിക്കുന്നു. തോമസേ, നീ എൻ്റെ കൂടെയാണോ? നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഇതാണ് എന്നോട് യേശു ചോദിച്ചത്. അത് ഞാൻ ആ ചിന്ത, ആ എൻ്റെ ഉള്ളിലോട്ട് വന്ന ആ ശബ്ദം, അത് ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് ധ്യാനിച്ചു. പലപ്പോഴും നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോഴും ദൈവമേ എൻ്റെ കൂടെ വരണമേ, എൻ്റെ ഈശോയെ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോഴും നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ കൂടെ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലേ? അപ്പം ഈ വചനഭാഗത്തിനകത്ത്, ഈ ചെറിയ ഈ വചനത്തിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. അപ്പോൾ ആദ്യത്തെ ഭാഗം എന്താണ്? ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അതിപ്രധാനമായ കാര്യം. ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുക, അപ്പോൾ ദൈവം നമ്മളോടും ചേർന്ന് നിൽക്കും. ദൈവം സത്യത്തിൽ നമ്മുടെ കൂടെ എപ്പോഴും വരുന്നുണ്ട് അല്ലേ? ഇനി നമ്മൾ വിളിച്ചില്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെ വരുന്നുണ്ട്. നമ്മൾ വിളിക്കുന്നത്, നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് നമ്മൾ വിളിക്കുന്നത്. പ്ലീസ് ഹെൽപ്പ് മീ, നീ വരണമേ, എൻ്റെ കൂടെ വരണമേ എന്നൊക്കെ പറയുന്നത് നമുക്ക് ആവശ്യമാണ്. പക്ഷേ അങ്ങനെ പറയാത്തപ്പോഴും, നമ്മൾ വിളിക്കുന്നില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ സ്വാഭാവിക നേച്ചർ അനുസരിച്ച് അവൻ എമ്മാനുവേൽ ആയതുകൊണ്ട് ആ യേശു നമ്മുടെ കൂടെ വരുന്നുണ്ട്. എമ്മാനുവേൽ, അവൻ ദൈവം നമ്മോട് കൂടെ. അപ്പോൾ നമ്മൾ ബോധപൂർവ്വം യേശുവിനെ ഇങ്ങോട്ട് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും, നമ്മൾ അറിഞ്ഞാലും അറിയുന്നില്ലെങ്കിൽ പോലും
ദൈവം നമ്മുടെ കൂടെയുണ്ട്, എൻ്റെ കൂടെ വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ ഒരു കാര്യം, അതിപ്രധാനമായ കാര്യം, നമ്മൾ ദൈവത്തോടൊപ്പമാണോ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തോടൊപ്പം, ദൈവത്തോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ദൈവികരായി, ആത്മീകരായി നമ്മൾ മാറ്റപ്പെടുന്നത്, അല്ലെങ്കിൽ നിത്യതയിൽ നമുക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ദൈവം നമ്മളോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കാത്തവരാരുമില്ല. അപ്പോഴും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്തോട് ചേർന്നാണോ നിൽക്കുന്നത്? ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ആത്മീയ തലമാണിത്, ഒരു ആത്മീയ ജീവിതമാണ്, ആത്മീയ ജീവിത ശൈലിയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു എന്ന് പറയുന്നത് 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. ദൈവത്തിന് പ്രിയങ്കരനായി അവൻ മാറി, അവൻ ദൈവത്തോടൊപ്പം നടന്നു എന്നാണ് ഹാനോക്കിനെ കുറിച്ച് പറയുന്നത്. ദൈവം അവനോടൊപ്പമല്ല നടന്നത്, അവൻ ദൈവത്തോടൊപ്പം നടന്നു. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഒരു വ്യക്തിയോടൊപ്പം എപ്പോഴും നടക്കാൻ സാധിക്കണമെങ്കിൽ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ആ വ്യക്തിയോടൊപ്പം നമുക്ക് ദിവസങ്ങളോ ആഴ്ചകളോ കുറേ നാളുകളോ നമുക്ക് നടക്കാനായിട്ട്, എപ്പോഴും നടക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവത്തിലേക്ക് നമ്മൾ ഉയർന്നാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. ആ വ്യക്തിയുടെ ചിന്താഗതികൾ നമ്മുടെ ചിന്താഗതികളായി മാറണം. ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളായിട്ട് മാറണം. ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ, ആ വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾ, ആ വ്യക്തിയുടെ സംസാര രീതികൾ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടാനങ്ങളോട് പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സുകൊണ്ട് ചേരാതെ നമുക്ക് ആ വ്യക്തിയോടൊപ്പം മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ചിലരൊക്കെ വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് ചിലർ കൂട്ടുവിടുന്നതും വേർപിരിയുന്നതും, ചിലരുമായിട്ട് കണക്ഷൻ വിട്ടുപോകുന്നതിൻ്റെ കാരണം അത്രയും നാൾ മുന്നോട്ട് പോയി, പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ചേർന്ന് പോകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ചേർന്ന് പോവുക. അപ്പോൾ ദൈവത്തോട് ചേരുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളോട്, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളോട്, ദൈവത്തിൻ്റെ സ്വപ്നങ്ങളോട് നമ്മുടെ സ്വപ്നങ്ങൾ ചേർത്ത് വയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു സ്വപ്നം ഉണ്ടാകാൻ പാടില്ല, നമുക്ക് ഇഷ്ടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ ഇഷ്ടങ്ങളില്ലാതെ, എൻ്റെ സ്വപ്നങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, എനിക്ക് എൻ്റേതായ ഒരാഗ്രഹങ്ങളും ഉണ്ടാകാതെ അത് മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളോട് എൻ്റെ ആഗ്രഹത്തെ ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ എൻ്റെ ഇഷ്ടങ്ങളാക്കി മാറ്റുന്നവർക്ക് മാത്രമേ ദൈവത്തോട് ചേർന്ന് കിടക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ രണ്ട് വ്യക്തികൾക്ക് ഒരുപോലെ ചേർന്ന് നടക്കണമെങ്കിൽ ആ രണ്ട് വ്യക്തികളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വാക്കുകളും സംസാരങ്ങളും ആശയങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം ഒന്നായി മാറുമ്പോൾ മാത്രമേ, ഒന്നായെങ്കിൽ മാത്രമേ രണ്ടു പേർക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെ ആഗ്രഹങ്ങളെ മാറ്റിവെച്ചുകൊണ്ട്, ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ എൻ്റേതായ ഇഷ്ടങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് അതിനകത്തൂടെ പരമപ്രധാനമായ കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാനോക്ക് എന്ത് ചെയ്തു? ഹാനോക്കിനോടൊപ്പം ദൈവം നടന്നു എന്ന് പറയുന്നത് അത് അസാധ്യമായ ഒരു കാര്യമല്ല, അതിസ്വാഭാവികതയില്ല.
ദൈവം തോമസ് കുര്യൻ്റെ കൂടെ നടക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ദൈവം നമ്മോടൊപ്പം വരുന്നു എന്നുള്ളത് അതൊരു സ്വാഭാവിക പ്രകൃതിയാണ്. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും, അബ്രഹാത്തോടൊപ്പം ദൈവം നടന്നു, ഇസ്ഹാക്കിനോടൊപ്പം നടന്നു. മോശയോട് പറയുന്നുണ്ട്, മോശയോടൊപ്പം ദൈവം നടന്നു. വീണ്ടും ജോഷുവായോട് പറയുന്നുണ്ട്, മോശയോട് എന്നതുപോലെ നിന്നോടൊപ്പം ഞാനും ഉണ്ടെന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പസ്തോലന്മാരോട് യേശു പറയുന്നുണ്ട്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മോടൊപ്പം വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. പാപികളായ നമ്മെ അവൻ നമ്മളെ സ്നേഹിച്ചു, ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനവൻ. എന്നാൽ ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മീയ തലത്തിലേക്ക് ഉയരാതെ, ദൈവത്തിൻ്റെ ചിന്തകളിലേക്ക് ഉയരാതെ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് ഉയരാതെ ഒരാൾക്കും ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതാണ് പുതിയ നിയമത്തിൻ്റെയും കാഴ്ചപ്പാടുകൾ. ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നടക്കുക. യാക്കോബ് സ്ലീഹ പറയുകയാണ്, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നടക്കും. ഇങ്ങനെ നടന്നയാളാണ് പുതിയ നിയമത്തിൽ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച്, ഇഷ്ടങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ സ്വന്തം ഇഷ്ടമാക്കി ഏറ്റെടുത്തയാളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തോടൊപ്പം ദൈവം ഉണ്ടായിരുന്നു. പലയിടത്ത് നമുക്ക് ആ സംഭവം കാണുവാൻ പറ്റും. ദൈവം ഇസ്രായേൽ ജനത്തെ നയിച്ചു ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും, അല്ലെ, 430ഓളം വർഷത്തെ അടിമത്തത്തിൽ നിന്നും ഈ ഇസ്രായേൽ ജനത്തെ വീണ്ടെടുത്ത്, മോശയിലൂടെ വീണ്ടെടുത്ത് അവരെ രക്ഷിച്ച് മരുഭൂമിയിലൂടെ വാഗ്ദത്ത നാടായ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ദൈവം വിടുവിച്ച്, ദൈവം ഓരോ ദിവസവും അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു. മന്നായ്ക്ക് മന്ന കൊടുത്തു, കാടപ്പക്ഷിക്ക് അത് കൊടുത്തു, വെള്ളത്തിന് വെള്ളം കൊടുത്തു. പകൽ അവർക്ക് മേഘസ്തംഭം കൊടുത്തു, രാത്രി അഗ്നിസ്തംഭം കൊടുത്തു. ചെങ്കടൽ പിളർന്ന് അക്കരെ കടത്തി അവരെ. ജെറിക്കോ കോട്ട തകർത്ത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ എല്ലാ തടസ്സങ്ങളും മാറ്റി ദൈവം അവർക്ക് മുൻപടയായും അവർക്ക് പിൻപടയായും അവർക്ക് സംരക്ഷണം ഏകിക്കൊണ്ട് ആ ഇസ്രായേൽ ജനത്തെ നയിക്കുകയാണ്. എങ്ങോട്ടാ? കാനാൻ ദേശത്തേക്കാണ് നയിക്കുന്നത്. കാനാൻ ദേശത്ത് ഇവരെ എത്തിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അത് അവരോട് പറയുകയും ചെയ്തു. ദൈവം അവരോട് കൂട്ട നടക്കുകയായിരുന്നു, അവരോടൊപ്പം ഉണ്ടായിരുന്നു, മേഘത്തണലായി, അഗ്നി തൂണായി. ഹല്ലേലൂയ. പക്ഷെ എന്താ സംഭവിച്ചത്? ദൈവം ഈ ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എങ്കിലും ഈ ഇസ്രായേൽ ജനങ്ങളാരും ദൈവത്തോടൊപ്പം ആയിരുന്നില്ല. അവർ ദൈവത്തോടൊപ്പം നടന്നിരുന്നില്ല. ദൈവം അവരോടൊപ്പം ഇറങ്ങി വന്നുവെങ്കിലും, അവരോടൊപ്പം യാത്ര ചെയ്തെങ്കിലും അവരാരും ദൈവത്തോടൊപ്പം ആയിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കാനാൻ ദേശത്ത് ഇവരാരും പ്രവേശിച്ചില്ല. കാനാൻ ദേശത്തിലേക്കാണ് ഇവരെ ദൈവം കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അതിനുവേണ്ടി അവരെ വഴി നടത്തി, അവർക്ക് ആഹാരം കൊടുത്തു, വെള്ളം കൊടുത്തു, അഗ്നിതണ്ണ കൊടുത്തു, എന്തെല്ലാം അവർ ചോദിച്ചത് മുഴുവൻ ആ ജനത്തിന് ആവശ്യമുള്ളതെല്ലാം ദൈവം കൊടുത്തു. അവരുടെ കൂട്ട നടന്നുവെങ്കിലും യഥാർത്ഥമായ അവർ എവിടെ എത്തിച്ചേരണം? കാനാൻ ദേശത്ത്, കാനാൻ എന്ന ആ അനുഗ്രഹത്തിൻ്റെ ആ പട്ടണത്തിൽ അവർ എത്തിച്ചേരണം. ആ സ്വർഗീയ തുറമുഖത്ത് അവർ എത്തണം. അതാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷേ അവർക്ക് ആർക്കും എത്തിച്ചേരാൻ പറ്റാതിരുന്നതിന് കാരണം ഇവരാരും ദൈവത്തോടൊപ്പം യാത്ര ചെയ്തില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുകയോ, ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുകയോ, ദൈവം സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയോ,
ദൈവത്തിൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുകയോ അവർ ചെയ്തില്ല. അതുകൊണ്ട് അവർക്കാർക്കും കാലേബും ജോഷുവായും അവരുടെ തലമുറ മാത്രമേ അവിടെ പ്രവേശിച്ചുള്ളൂ. കാരണം കാലേബും ജോഷുവായും ദൈവത്തോട് ചേർന്ന് ചിന്തിച്ചവരായിരുന്നു. അത് കൃത്യമായിട്ട് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ള ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചോദിക്കുന്ന എല്ലാം ദൈവം നമുക്ക് തന്നിരിക്കും. നമ്മൾ ഓടി നടക്കുകയാണ്. ഏത് ധ്യാനകേന്ദ്രത്തിൽ, ഏത് കൺവെൻഷന്, ഏത് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏത് അനുഗ്രഹം കിട്ടും, ഏത് പ്രാർത്ഥന ചൊല്ലിയാൽ എന്ത് അനുഗ്രഹം കിട്ടും, അതെല്ലാം നിങ്ങൾക്ക് തരും. നിങ്ങൾ ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ദൈവം തരുന്നത് കൊണ്ട് അതൊക്കെ ദൈവീക അനുഗ്രഹമായിട്ട് കാണരുത്. നിങ്ങൾ ദൈവത്തെ സാക്ഷ്യപ്പെടുന്നുണ്ടായിരിക്കാം ദൈവം നൽകിയെന്ന്. അതൊന്നും നിങ്ങളെ നിത്യതയിൽ എത്തിക്കണമെന്നില്ല. ദൈവം ഇസ്രായേൽ ജനത്തെ 400 വർഷക്കാലം 40 വർഷക്കാലം അവരെ വഴി നടത്തി. അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തു. പക്ഷേ അവരെ കാനാൻ ദേശത്ത് അത് എത്തിച്ചില്ല. ദൈവം തന്നെ നമുക്ക് നൽകുന്ന ആത്മീയ അനുഗ്രഹങ്ങളുണ്ട്. നമ്മൾ ചോദിക്കുന്നതെല്ലാം നമുക്ക് തന്നിരിക്കും. അത്ഭുതങ്ങൾ യേശു നമ്മുടെ ജീവിതത്തിൽ ചെയ്തെന്നിരിക്കും. അത്ഭുത രോഗശാന്തികൾ, വിടുതൽ, തടസ്സങ്ങൾ മാറ്റുന്ന അനുഭവം, വലിയ ലക്ഷങ്ങളുടെ കടബാധ്യതയിൽ നിന്ന് വിടുതൽ നൽകുന്ന അനുഭവങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കും. നമ്മളത് സാക്ഷ്യപ്പെടുത്തിയിരിക്കും. യേശു എനിക്കത് ചെയ്തു. അത് യേശുവിൻ്റെ നന്മയാണ്, യേശുവിൻ്റെ ഗുണമാണ് യേശു അത് കാണിച്ചത്. മനസ്സിലായോ? ദൈവം കരുണയുള്ളവനായതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നുകൊണ്ട് ദൈവം നൽകിയതാണ്. അല്ലാതെ നമ്മുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടോ നമ്മുടെ വിശ്വാസത്തിൻ്റെ വലുപ്പമുള്ളത് കൊണ്ടോ നമുക്ക് കിട്ടിയതായിട്ട് ആരും കാണരുത്. ദൈവം അതെല്ലാം ചെയ്യുമ്പോഴും പ്രിയമുള്ളവരെ, ദൈവത്തോടൊപ്പമാണോ യാത്ര ചെയ്യുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഭൂമിയിൽ ഇവിടെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് കിട്ടുന്ന 100 കാര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും മരണത്തിനപ്പുറത്ത് നമ്മൾ എത്തിക്കുന്നില്ല. അതൊക്കെ നിത്യജീവന് നമ്മൾ സഹായകരമല്ല. ദൈവം ഇങ്ങോട്ട് എന്ത് ചെയ്തു എന്നുള്ളതല്ല, ഞാൻ ദൈവത്തോട് ചേർന്ന് ഞാൻ നടന്നോ എന്നുള്ളതാണ് നമ്മളെ കാനാൻ ദേശത്ത് നമ്മളെ എത്തിക്കുന്നത്. ആയതിനാൽ ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ ശക്തമായിട്ട് പരിവർത്തനം ഉണ്ടാകട്ടെ, ആഴത്തിൽ ചിന്തിക്കുവാൻ ഇടവരട്ടെ. ദൈവം നമ്മോട് ചേർന്ന് നടക്കുമ്പോഴും നിങ്ങൾ പലവട്ടം ചിന്തിക്കുക, ഞാൻ ദൈവത്തോടൊപ്പമാണോ നാം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പമാണോ ഞാൻ യാത്ര ചെയ്യുന്നത്, ദൈവത്തോടൊപ്പമാണോ ഞാൻ ചേർന്നിരിക്കുന്നത്. ദൈവത്തോടൊപ്പം യാത്ര ചെയ്താൽ മാത്രമേ അവൻ്റെ പക്കൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അവൻ്റെ പക്കലേക്ക് നമുക്ക് പോകുവാനായിട്ട് നമുക്ക് സാധിക്കൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആയതിനാൽ ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ആഴത്തി പതിയട്ടെ. നിങ്ങൾ ഇന്നു മുതൽ ഒരു നമ്മുടേതായ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് അനുഗ്രഹങ്ങൾ പിടിച്ചു വാങ്ങുന്ന ഒരു പ്രകൃതം അല്ല, പിന്നെയോ ദൈവമേ നിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് അന്വേഷിക്കുന്ന ഒരു പ്രകൃതത്തിലേക്ക് വരാം. ദൈവം നമ്മോട് ദൈവമേ എൻ്റെ കൂടെ വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോഴും നിങ്ങൾ 2 വട്ടം ചിന്തിക്കണം, ഞാൻ ദൈവത്തോടൊപ്പമാണോ യാത്ര ചെയ്യുന്നത്, ദൈവത്തോടൊപ്പമാണോ യാത്ര ചെയ്യുന്നത്. എങ്ങനെയാണ് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്നത്? ദൈവത്തിൻ്റെ ചിന്തകളെ നമ്മൾ ഏറ്റെടുക്കുന്നതിലൂടെ. യെശയ്യായുടെ പുസ്തകം 55:8 തിരുവചനം പറയുന്നു, എൻ്റെ വഴികൾ പോലെയല്ല നിങ്ങളുടെ വഴികൾ, എൻ്റെ ചിന്തകൾ പോലെയല്ല നിങ്ങളുടെ ചിന്തകൾ. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നമുക്ക് നടക്കാൻ നമുക്ക് സാധിക്കുന്നത് ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ വഴികളും നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ മാത്രമാണ്. ദൈവം ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കണം എല്ലാ കാര്യങ്ങളെയും. ദൈവം പറയുന്ന വഴിയിലൂടെ നമ്മൾ നടക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ ചിന്തകൾ എന്താണോ ആ ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ, ദൈവം എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതിലൂടെയാണ് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നത്. ദൈവം നമ്മളെ നടത്താൻ ഉദ്ദേശിക്കുന്ന വഴി ഏതാണോ ആ വഴിയിലൂടെ, ദൈവത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ നടക്കണം. കർത്താവേ എൻ്റെ വഴിയിലൂടെ നീ വരണമേ എന്നല്ല. നമ്മൾ കർത്താവേ ഞാൻ പോകുന്നതിൽ നീ വരണമേ അല്ല,
കർത്താവേ നിൻ്റെ വഴിയിലൂടെ ഞാൻ വരട്ടെ. എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ പദ്ധതിയിലേക്ക് നീ വരികയായി എന്നുള്ളതല്ല, പിന്നെയോ നിൻ്റെ പദ്ധതിയിലേക്ക് ഞാൻ വരട്ടെ, നിൻ്റെ വഴിയിലേക്ക് ഞാൻ വരട്ടെ. നിൻ്റെ വഴികൾ എൻ്റെ വഴികളായി മാറുമ്പോഴാണ്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളായി മാറുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ അങ്ങനെ മാത്രമേ സാധിക്കൂ. അവനെ കർത്താവ് എടുത്തു, ഹാനോക്കിനെ, മരണം കാണാതെ പോയി. നമുക്ക് അപ്രകാരം ഒരു ജീവിതം നയിക്കാനൊന്ന് ശ്രമിക്കാം. നടക്കാത്ത കാര്യമാണോ? അല്ല, നടക്കാത്ത കാര്യം ഒരിക്കലും ഇമ്പോസിബിളായ കാര്യം ബൈബിളിൽ പറയുകയില്ല. ശ്രമിച്ചാൽ തീർച്ചയായും സാധ്യമാണ്. നത്തിങ് ഇസ് ഇമ്പോസിബിൾ വിത്ത് ഗാഡ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാന്യവാനും സ്നേഹിതവുമായ നല്ല ദൈവമേ കർത്താവേ, ഈ കേട്ട വചനം ഇവരുടെ ജീവിതത്തിൽ 60, 80, 100 മേനികൾ ഫലം പുറപ്പെടുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ വചനത്തിൻ്റെ ആ മർമ്മം, ഈ വചനത്തിൻ്റെ ആ സത്യം ഇവരുടെ ഹൃദയങ്ങളെ ആഴമായി പതിയുവാനായിട്ടും അത് ഗ്രഹിക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ഏൽപ്പിച്ചു തന്ന് നിന്നോട് ചേർന്നുള്ള, നിൻ്റെ ഇഷ്ടത്തോട്, നിൻ്റെ ആഗ്രഹത്തോട് ചേർന്നുള്ളൊരു ജീവിതം നയിക്കുവാനും കർത്താവേ ഇവരെ നീ അനുഗ്രഹിക്കണമേ. ഈ കേൾക്കുന്ന, ഈ കാണുന്ന കർത്താവേ ഓരോ മക്കളെയും പ്രിയപ്പെട്ട ഭവനങ്ങളിലായിരിക്കാം, ആശുപത്രികളിലായിരിക്കാം, ഓഫീസിലായിരിക്കാം, കർത്താവേ ലോകരാജ്യങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും ഇപ്പോൾ ഈ സമയം ഇപ്പോൾ നീ സ്പർശിക്കണമേ. പ്രിയ പരിശുദ്ധാത്മാവേ, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ആഗ്രഹങ്ങളല്ല, എൻ്റെ വഴികളല്ല, എൻ്റെ പദ്ധതിയല്ല, പിന്നെയോ നിൻ്റെ പദ്ധതി, നിൻ്റെ ഇഷ്ടം, നിൻ്റെ വഴി, ആ വഴിയിലേക്ക് ചേർന്ന് നിൽക്കുവാൻ, ആ വഴിയെ യാത്ര ചെയ്യുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. നിന്നോട് ചേർന്ന് നടക്കുവാൻ പ്ലീസ് ഹെൽപ് മീ ജീസസ്. എല്ലാ മക്കളും കണ്ണുകടച്ചും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ, എല്ലാ മക്കളുടെ മേലും കൃപയൊഴുകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അഭിഷേകത്താൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നിൽ നിന്ന് എത്രമാത്രം എനിക്ക് കിട്ടി എന്നുള്ളതല്ല, നിനക്ക് വേണ്ടി എത്രമാത്രം ഞാൻ ജീവിച്ചു, നിന്നോട് ചേർന്ന് നടന്നു എന്നുള്ളത് അതിപ്രധാനമായ ഒരു അവിപ്പ് കൃപയാണ് കർത്താവേ. അതിലേക്ക് മക്കളെ നയിക്കണമേ, അഭിഷേകത്താൽ മക്കളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ